സത്യവാങ്മൂലത്തിൽ താൻ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന ആരോപണം കാതലായ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. തെളിവുള്ളവർ കോടതിയിൽ പോകട്ടെയെന്നും അവിടെ കാണാമെന്നും രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. വ്യാജപ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനിടെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ LDFും തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. ആസ്തി വിവരങ്ങളും വരുമാന മാർഗങ്ങളും മറച്ചുവെച്ചാണ് രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് ആരോപണം. രാജീവിന്റെ സത്യവാങ്മൂലം അസത്യവും വ്യാജവുമെന്ന് എതിർകക്ഷികൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ വിവാദത്തോട് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം ഇങ്ങനെ: ഞാൻ ചെയ്യോ? അത് എനിക്ക് വട്ടാണോ? 18 കൊല്ലം രാജ്യസഭയിൽ ഇരുന്നിട്ട് ഞാൻ ചെയ്യോ? ഇതെല്ലാം 10-12 കൊല്ലമായിട്ട് അതേ ഒരു സ്റ്റോറി അവരിങ്ങനെ തിരിച്ച് ചെയ്യുന്നുണ്ട്. ഓരോരോ വൈൽഡ് അലിഗേഷൻസ് ഉണ്ടാക്കുക, മെയിൻ ഇഷ്യൂന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുക. ഇവർ ചെയ്യുന്ന ഒരു ഡിസ്ട്രാക്ടിങ് പോളിറ്റിക്സിൽ ഞാൻ ട്രാപ്പ് ആവില്ല. തനിക്കെതിരെ നുണപ്രചരണം വ്യാപകമാണെന്നും അതിനിയും തുടർന്നാൽ പ്രത്യാഘാതമുണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ മുന്നറിയിപ്പ് നൽകി. എന്നെ പറ്റി ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ ഇതിൻ്റെ ക്രിമിനൽ കോൺസിക്വൻസസും ഡെഫമേറ്ററി കോൺസിക്വൻസസും ഉണ്ടാവും. അതിലൊരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. അത് മിസ്റ്റർ തരൂരാണോ, മിസ്റ്റർ A ഓർ B ഓർ C ആണോ? നുണ പറഞ്ഞിട്ട് എൻ്റെ കൂടെ രാഷ്ട്രീയം കളിക്കുക അല്ലെങ്കിൽ എൻ്റെ കൂടെ മത്സരിക്കാൻ ആരെങ്കിലും വിചാരിച്ചാൽ അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. അതിനിടെ ഇടതുമുന്നണിയും രാജീവ് ചന്ദ്രശേഖറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. വ്യാജ സത്യവാങ്മൂലം സമർപ്പിച്ച രാജീവിന് മത്സരിക്കാൻ യോഗ്യതയില്ലെന്നും വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നുമാണ് ആവശ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.